സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിന് വിട നൽകാൻ നാട്. 5 ജീവിതങ്ങൾക്ക് വെളിച്ചമേകിയാണ് ആലിൻ ഷെറിൻ എബ്രഹാം എന്ന 10 മാസം പ്രായമുള്ള കുരുന്ന് വിടവാങ്ങുന്നത്. സംസ്കാരം നാളെ വൈകിട്ട് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടക്കും. വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു കുട്ടി പോയപ്പോൾ 5 കുട്ടികൾ ജീവിക്കുന്നു, ഞങ്ങൾക്ക് 5 കുട്ടികളുണ്ടായി എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞങ്ങളുള്ളത്. ആലിന്റെ മുത്തശ്ശൻ റെജി സാമുവലിന്റെ ഈ വാക്കുകളിലുണ്ട് വേദനയുടെ ആഴവും കരുണയുടെ തികവും. ആലിന്റെ മാതാപിതാക്കളായ അരുൺ എബ്രഹാമും ഷെറിൻ ആൻഡ് ജോണും അളവറ്റ ഹൃദയവ്യഥയ്ക്കിടെയും കരളിന്റെ കഷ്ണം പങ്കുവെച്ച് സൃഷ്ടിച്ചത് മഹത്തായ മാതൃകയാണ്. 5 പേർക്ക് ജീവനും ജീവിതവുമേകി ആലിൻ നിത്യതയിലേക്ക്. അവയവം ദാനം ചെയ്ത ആലിൻ ഷെറിന്റെ കുടുംബത്തിന് നന്ദിയെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവം സ്വീകരിച്ച 10 വയസ്സുകാരി ശ്രേയയുടെ പിതാവ് സജി. ശ്രേയയുടെ ശസ്ത്രക്രിയ പൂർത്തിയായി. രാവിലെ 7 മണിക്കാണ് പൂർത്തിയായി. 7:15 പൂർത്തിയായിട്ടുണ്ട്. ICUയിലിട്ട് സംസാരിച്ചായിരുന്നു കൊച്ച് നല്ല രീതിയിൽ. പിന്നെ അമ്മ എന്നൊക്കെ വിളിച്ചിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ICUയിലൊക്കെ മാറ്റുകയാണെന്ന് പറഞ്ഞ്. കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ എത്ര നന്ദി പറഞ്ഞാൽ മതി തീരത്തില്ല. നമുക്ക് അറിയത്തില്ല. എന്നാലും ആ കുടുംബത്തിൽ കാണണം എന്ന് ഭയങ്കര താല്പര്യമായിരിക്കുന്നു. ആലിന്റെ മാതാപിതാക്കളുടെ ത്യാഗം സമൂഹത്തിന് നൽകിയ പാഠം വലുതെന്ന് കേസ് ഓട്ടോയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്. അവയവദാന രംഗത്ത് തന്നെ ചരിത്രത്തിനേക്കാൾ ഉപരി ആ മാതാപിതാക്കളുടെ ത്യാഗവും സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശവും വളരെ വലുതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാളെ വൈകിട്ട് മല്ലപ്പള്ളി CSI പള്ളിയിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. വസതിയിലും പള്ളിയിലും നാളെ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ആലിനെന്ന മാലാഖ കുരുന്ന് ഓർമ്മയിലിനി നിത്യതാരകം. റിപ്പോർട്ടർ, പത്തനംതിട്ട.